ഇന്ന് നടന്ന യൂറോപ്യൻ നാഷണൽ ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ഫുട്ബോൾ വമ്പന്മാരായ പോർച്ചുഗലിനും ഫ്രാൻസിനും അടിപതറി. ഇന്ന് നടന്ന മത്സരത്തിൽ പോർച്ചുഗൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഡെൻമാർക്കിനോട് തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ ഫ്രാൻസ് 2 ഗോളിന് ക്രൊയേഷ്യയോട് തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. പോർച്ചുഗൽ ഡെൻമാർക്ക് മത്സരത്തിന്റെ 78-ാം മിനിറ്റിൽ റാസ്മസ് ഹോയ്ലൻഡിലൂടെയാണ് ഡെൻമാർക്ക് വിജയ ഗോൾ നേടിയത്. അതേസമയം പോർച്ചുഗലിനായി ഇന്നത്തെ മത്സരത്തിൽ മികച്ച കളി പുറത്തെടുത്തത് ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റയാണ്. താരം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ക്രിസ്റ്റ്യൻ എറിക്സന്റെ പെനാൽറ്റി സേവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ തുടർച്ചയായ ഡെൻമാർക്ക് ആക്രമണങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഡെൻമാർക്ക് താരം ഹോയ്ലൻഡ് ഗോൾ നേടിയ ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സെലിബ്രേഷൻ താരത്തിന്റെ മുന്നിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്തത് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതേസമയം ഇന്ന് നടന്ന 2ാമത്തെ മത്സരത്തിൽ ഫ്രാൻസിനെ ക്രൊയേഷ്യ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിക്കുകയായിരുന്നു. ഈ വിജയത്തോടെ ക്രൊയേഷ്യ സെമി ഫൈനലിലേക്കുള്ള സാധ്യത ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും 2ാം പാദത്തിൽ അവർക്കൊരു സമനിലയോ ഒരു വിജയമോ അനിവാര്യമാണ്. ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ഇവാൻ പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ ലീഡെടുക്കുകയായിരുന്നു. 2ാം പകുതിയിൽ ആൻഡെ ബുദിമറിലൂടെ ക്രൊയേഷ്യ 2ാം ഗോൾ നേടിയതോടെ വിജയം ഏറെക്കുറെ ക്രൊയേഷ്യ ഉറപ്പിക്കുകയാണുണ്ടായത്. അതേസമയം ഫ്രാൻസ് ടീമിലേക്ക് തിരിച്ചെത്തിയ കെയ്ലിയൻ എംബാപ്പെ ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും അവർക്ക് ക്രൊയേഷ്യൻ ഗോൾ കീപ്പറെ മറികടക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിനും ഫ്രാൻസിനും ഇനി വരാനിരിക്കുന്ന 2ാം പാദ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അതിനിർണായകമാണ്.